ബദറിൻ്റെ മാസമല്ലേ? ഇൻഷാ അള്ളാഹ് നമുക്ക് ബദറിനെ കുറിച്ച് കുറച്ചൊന്ന് ചർച്ച ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലെ സ്ഥലത്ത് വന്നിറങ്ങി. അപ്പോഴും ഖുറൈശികൾ വന്നിറങ്ങുന്നതിൻ്റെയും മുത്തുനബിയും അനുയായികളും ഇറങ്ങിയതിൻ്റെയും ഇടയിൽ വറ്റാത്ത ഉറവുകളുള്ള പല കിണറുകളും ഉണ്ടായിരുന്നു. ഹുബാബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മുത്തുനബിയെ, അങ്ങ് ഇപ്പോൾ ഇറങ്ങിയ സ്ഥലം മുന്നോട്ടോ പിന്നോട്ടോ മാറ്റാൻ പറ്റാത്ത വിധം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശമാണോ അതോ സ്വയാഭിപ്രായമോ യുദ്ധതന്ത്രവുമാണോ? മുത്തുനബി പറഞ്ഞു, ഇത് സ്വയാഭിപ്രായമാണ്. ഹുബാബ് റളിയല്ലാഹു അൻഹു യുദ്ധതന്ത്രങ്ങളിൽ നിപുണനും ദീർഘദൃഷ്ടിയുള്ള ആളുമാണ്. അപ്പോൾ മുത്തുനബിയോട് ഹുബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ മുത്തുനബിയെ, നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. അവിടെ വറ്റാത്ത ഉറവുകളുണ്ട്, കിണറുകളുമുണ്ട്. അവിടെ നമുക്ക് തങ്ങാം. അവിടെ തടാകങ്ങളുണ്ടാക്കി വെള്ളം നമുക്ക് സംഭരിക്കാം. മറ്റു കിണറുകളാണെങ്കിൽ നമുക്ക് വറ്റിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളമുണ്ടാവുകയും ശത്രു സൈന്യത്തിന് വെള്ളമില്ലാതിരിക്കുകയും ചെയ്യും. ഹുബാബ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായം പറയുന്ന സമയത്ത് മുത്തുനബിയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുത്തുനബിൻ്റെ അടുക്കിലേക്ക് ഒരു മലക്ക് വന്നു. അള്ളാഹു സലാം പറഞ്ഞതായിട്ട് മുത്തുനബിയോട് പറഞ്ഞതിന് ശേഷം മുത്തുനബിയോട് പറഞ്ഞു, ഹുബാബിൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനാണ് സലാം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് സലാം, അള്ളാഹുവിലേക്കാണ് സലാം എന്ന് സലാം മടക്കിയതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഈ വന്ന മലക്കിനെ അറിയുമോ എന്ന്. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ആകാശത്തുള്ള എല്ലാ മലക്കുകളെയും എനിക്കറിയുകയില്ല, പക്ഷേ ഇദ്ദേഹം മലക്കാണ്, പിശാചല്ല, പറയുന്നത് സത്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ശത്രുക്കൾ താവളമാക്കിയ സ്ഥലത്തിനോട് ഏറ്റവും അടുത്തുള്ള ജലസ്രോതസ്സുകൾ അധീനതയിലാക്കുക, വൻ സേനാവ്യൂഹവും ഭൃത്യന്മാരും മൃഗങ്ങളും ഗായികമാരും ഉൾപ്പെടുന്ന ശത്രുപക്ഷത്തിന് ചുട്ടുള്ളുന്ന മരുഭൂമിയിൽ കുടിക്കാൻ പോലും ഒരിറ്റു വെള്ളമില്ലാതെ അവസ്ഥ വരിക. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം സംഭരിക്കുക. ഹുബാബിൻ്റെ ഈ അഭിപ്രായം നടപ്പിലാക്കിയപ്പോൾ തന്നെ മുസ്ലിം സൈന്യം പോർക്കളത്തിൽ ആദ്യ വിജയം കൈവരിച്ചു.